മലബാർ മേഖലയിലെ ക്ഷേത്ര ജീവനക്കാർക്ക് മാന്യമായ വേതനം ഉറപ്പാക്കണമെന്ന 1994-ലെ ഹൈക്കോടതി ഉത്തരവ് 3 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും നടപ്പാക്കാത്തതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി. സർക്കാരിന്റെ നിലപാട് അറിയിക്കുന്നതിനായി അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകും. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ ഭരണനിർവഹണ വിഭാഗം കാഴ്ചക്കാരായി നിൽക്കുന്നത് നിയമവാഴ്ചയ്ക്ക് നിരക്കുന്നതല്ലെന്നും ജനാധിപത്യ സർക്കാരിനു ചേർന്ന നടപടിയല്ലെന്നും ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു. മലബാർ മേഖലയിലെ ക്ഷേത്ര ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തണമെന്നും തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകളിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നതിന് സമാനമായ ശമ്പളവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ. മലബാറിലെ ക്ഷേത്ര ജീവനക്കാർക്ക് ഇപ്പോഴും തുച്ഛമായ പ്രതിഫലം മാത്രമാണ് ലഭിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ ഡിവിഷൻ ബെഞ്ച് തുല്യജോലിക്ക് തുല്യവേതനം എന്ന തത്വവും ഓർമ്മിപ്പിച്ചു. ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിനായി വനഭൂമി ഏറ്റെടുത്തതിലൂടെ ലഭിക്കുന്ന വരുമാനം വിനിയോഗിക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്ന കാര്യവും കോടതി പരാമർശിച്ചു. മാന്യമായ വേതനം ഉറപ്പാക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കണമെന്ന് 1994-ൽ ഹൈക്കോടതി നൽകിയ ഉത്തരവ് സുപ്രീം കോടതിയും ശരിവച്ചിരുന്നതാണ്. എന്നിട്ടും കാര്യമായ നടപടികൾ ഉണ്ടാകാത്തതിലാണ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് അറിയിക്കുന്നതിനായി അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകും. സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ വ്യക്തമാക്കാൻ സർക്കാർ 2 ആഴ്ചത്തെ സമയം തേടിയിട്ടുണ്ട്. കേസ് സെപ്റ്റംബർ 3 വീണ്ടും പരിഗണിക്കും. CCN, കടമ്പഴിപ്പുറം.